നവീകരിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പാറമേക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ പൂർത്തീകരണവും കുന്നംകുളം നഗരസഭയെയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും കലശമല ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനുള്ള ഭൂമി ഏറ്റെടുത്തതിന്റെ രേഖകൾ കൈമാറലും വ്യാഴാഴ്ച നടക്കുമെന്ന് AC മൊയ്തീൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന വേദിയിൽ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, K രാധാകൃഷ്ണൻ MP, MLAമാരായ മുരളി പെരുന്നെല്ലി, സേവ്യർ ചിറ്റ്ലപ്പള്ളി, P ബാലചന്ദ്രൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS കലശമല ടൂറിസം ഡെസ്റ്റിനേഷൻ വികസനത്തിനായി 13 കോടി രൂപ ചെലവിൽ ഏറ്റെടുത്ത 12 ഏക്കർ സ്ഥലത്തിന്റെ രേഖകൾ ഏറ്റുവാങ്ങും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും. 33.243 കിലോമീറ്റർ ദൂരം റോഡ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. 260 കോടി രൂപ അടങ്കലിൽ KSTP കുറ്റിപ്പുറം ഡിവിഷന്റെ മേൽനോട്ടത്തിൽ EKK ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് കരാർ കമ്പനിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയുള്ള ചെറുവള്ളിക്കടവ് പാലം 9.33 കോടി രൂപ ചെലവിലാണ് പുനർനിർമ്മിക്കുന്നത്. CH കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് പാലം നിർമ്മിക്കുന്നത്. 18 മാസമാണ് നിർമ്മാണ കാലാവധി. 5 വർഷം റോഡിന്റെ മെയിന്റനൻസ് നിർമ്മാണ കമ്പനിക്കായിരിക്കും. റോഡ് കടന്നുപോകുന്ന പ്രധാന സെന്ററുകളിൽ 19 ഇടത്തായി ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കും. മാർച്ച് മാസം അവസാനത്തോടെ സ്ട്രീറ്റ് ലൈറ്റുകളടക്കം സ്ഥാപിച്ച് റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തെരുവുവിളക്കുകളുടെ മെയിന്റനൻസ് ചുമതലയെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ റിന, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് എഞ്ചിനീയർമാരായ സംഗീത, വിദ്യ, കരാർ കമ്പനി എഞ്ചിനീയർ ശ്രീരാജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭൂമി ടൂറിസം വകുപ്പിന് കൈമാറ്റം ചെയ്യുന്ന റവന്യൂവിൻ്റെ എല്ലാ നടപടികളുമായിട്ടുണ്ട്. അത് ഏറ്റെടുക്കുന്ന ആ ഭൂമി ടൂറിസം വകുപ്പ് റവന്യൂവിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ വില കൊടുത്ത് ഭൂമി സർക്കാരിൻ്റേതായി. അതുകൂടി ഇപ്പോൾ നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ ഡെസ്റ്റിനേഷനിൽ ഭാവിയിൽ ഇപ്പം തന്നെ 1.5 കോടി രൂപയുടെ ഒരു ഹാള് പണിയാൻ വേണ്ടി ഈ നിലവിലെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ സംഖ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനിങ് നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ സ്ഥിരമായി അവിടെ കലാപരിപാടികൾ നടത്താനും മറ്റുമൊക്കെ ഇപ്പം തന്നെ സൗകര്യമാവുകയാണ്. ഇനി അതിൻ്റെ അതിർത്തി സംരക്ഷണം, തുടർന്ന് അവിടെയുള്ള ഡെവലപ്മെൻറ്റ് ഭാവിയിൽ ആലോചിക്കാൻ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്.